ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലെബനനിൽ 500ഓളം ആളുകളുടെ മരണത്തിനിടയാക്കിയ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള. സ്വാഭാവികമായും അങ്ങനെയാണ്. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് 100 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കൽ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ ചെയ്യും. ഇസ്രായേലി പ്രതിരോധ സേന IDF തങ്ങളെ തുരത്താൻ ലക്ഷ്യമാക്കി ബോംബുകൾ വർഷിച്ചപ്പോൾ തിരിച്ചടിയായി ഹിസ്ബുള്ളയും മിസൈലുകൾ തൊടുത്തുവിട്ടു. വടക്കൻ ഇസ്രായേലിലെ സമീപ പ്രദേശങ്ങളിലെയും ഹൈഫയിലും അപായ സൈറനുകൾ മുഴങ്ങി. ഇസ്രായേലികളെ ഒന്ന് തൊടാൻ പോലും ഹിസ്ബുള്ളയുടെ മിസൈലുകൾക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഹിസ്ബുള്ള എന്ന ഭീകര ഗ്രൂപ്പ് ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ട മുഴുവൻ മിസൈലുകളും ഇസ്രായേലിന്റെ അയൺ ഡോം നിഷ്പ്രഭമാക്കുകയാണ് ചെയ്തത്. ഏകദേശം 180ഓളം മിസൈലുകളും ആളില്ലാത്ത വ്യോമവാഹനവും വടക്കൻ ഇസ്രായേലിലെ വ്യോമമേഖല ലാക്കാക്കിയെത്തിയതോടെ ഇസ്രായേൽ സേനയെ അറിയിച്ചു, ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും കരുതിയിരിക്കണമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതോടെ ഹ്രസ്വ പരിധിയിലുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൺ ഡോം. റഡാറുകൾ, നിയന്ത്രണ കേന്ദ്രം, മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ഈ അയൺ ഡോം. റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറും. സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ച് തകർക്കും. 70 കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിനോടകം തകർക്കാൻ സാധിക്കും. ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കും. ഗാസയിൽ നിന്നുള്ള അൽഖസം റോക്കറ്റുകളും തെക്കൻ ലെബനനിൽ നിന്നുള്ള കറ്റിയൂഷ റോക്കറ്റുകളും ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. 2010 മുതലാണ് ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിനായി ആലോചന നടന്നത്. പിന്നീട് 2011 ജൂൺ മുതൽ അയൺ ഡോം പ്രവർത്തനക്ഷമമാകുകയായിരുന്നു. എന്നാൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ലെബനീസ് ജനതയ്ക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇസ്രായേലിന്റെ യുദ്ധം ലെബനൻ ജനങ്ങളോടല്ല, ഹിസ്ബുള്ളയുമായിട്ടാണ്. അവർ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ മിസൈലുകൾ നിർവീര്യമാക്കി ഇസ്രായേലികളുടെ സുരക്ഷ ഉറപ്പാക്കും, നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ദീർഘനാളായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുകയാണ്. അവർ നിങ്ങളെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകൾ സ്ഥാപിച്ചു. മനുഷ്യ കവചങ്ങളായിട്ടാണ് അവർ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞു, നിങ്ങളുടെ ഗ്യാരേജിൽ മിസൈലുകൾ അവർ സ്ഥാപിച്ചു. ഈ റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ നഗരങ്ങളെ നേരിട്ട് ഞങ്ങളുടെ പൗരന്മാരെ ലക്ഷ്യം വച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ആയുധങ്ങൾ നിർവീര്യമാക്കേണ്ടതുണ്ട് എന്ന് നെതന്യാഹു പറഞ്ഞു. അപ്പോൾ ഈ സാധാരണക്കാരുടെ വീടുകളിലും ടെന്റുകളിലും സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും സ്ഥാപിച്ചിരിക്കുന്ന ഈ മിസൈലുകളെ നിർവീര്യമാക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് സാധാരണക്കാർ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ഇസ്രായേലി പ്രതിരോധ സേന ലെബനൻ ജനങ്ങളോട് വീടുകളിൽ നിന്ന് മാറി നിൽക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കണമെന്ന് അദ്ദേഹം അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തരുത്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ലെബനൻ അപകടത്തിലാക്കാൻ ഹിസ്ബുള്ളയെ അനുവദിക്കരുത്. ഞങ്ങളുടെ ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങാം, അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ ലെബനൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഗാസയുമായിട്ടുള്ള ഇസ്രായേലിന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് സംഘർഷം ലെബനനുമായിട്ടുള്ള വടക്കൻ അതിർത്തിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ടായിരുന്നു. IDFന്റെ ഓപ്പറേഷൻ നോർത്തേൺ ആരോസിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ലെബനന്റെ തെക്കൻ കിഴക്കൻ അതിർത്തികൾ ആക്രമിച്ചത്. ബെയ്റൂട്ടിലും പരിമിതമായ രൂപത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദക്ഷിണ ലെബനനിലെ കടുത്ത വ്യോമാക്രമണത്തിൽ 100 കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോഴിതാ 300-ലധികം മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 1000-ലേറെ ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മറ്റൊരു ഗാസയായി ലെബനൻ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ല ഹിസ്ബുള്ള മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത്, ഒരിക്കലും ലെബനനെ മറ്റൊരു ഗാസയാക്കാൻ ഹിസ്ബുള്ളയെ നിങ്ങൾ അനുവദിക്കരുത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ലെബനനിലെ ഏറ്റവും കടുത്ത ആക്രമണത്തിൽ 274 പേർ ഒറ്റ ദിവസം കൊല്ലപ്പെടുന്നു.
തെക്കൻ ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 1000-ലേറെ ആളുകൾ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലെബനൻ മറ്റൊരു ഗാസയായി മാറുമോ എന്നതല്ല യാഥാർത്ഥ്യം, മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആശങ്കയിൽ പറയുന്നത്. 30ഓളം പേർ കൊല്ലപ്പെട്ടു പേജർ ആക്രമണത്തിൽ. വോക്കി ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നാലെ വീണ്ടും 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. പിന്നീട് ഡെഡ് ബോഡികൾ പൊട്ടിത്തെറിച്ചും ആംബുലൻസുകൾ നിന്ന് കത്തിയും 100 കണക്കിന് ആളുകൾ മരിച്ചു. ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിലൂടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടപ്പോൾ തെക്കൻ കിഴക്കൻ ലെബനനിലെ താമസക്കാരോട് വീട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് കൂടുതൽ ആളപായം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. വ്യോമാക്രമണം വിപുലമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണിതെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 1000-കണക്കിന് ലെബനൻകാർ തെക്ക് നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബെയ്റൂട്ട് ലക്ഷ്യമാക്കി നീങ്ങുന്ന കാറുകൾ ദേശീയ പാതയിൽ ഗതാഗത കുരുക്കുകളും ഉണ്ടാക്കുന്നുണ്ട്. 2006-ലെ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ പലായനം സംഭവിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അക്കാര്യം ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു എന്ന് നെതന്യാഹു. പക്ഷേ ജനങ്ങൾക്ക് പ്രതിരോധ കവചം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഇസ്രായേൽ പ്രതിരോധം ഐസക് ഹെർസോഗ് എക്സിൽ കുറിച്ചു. ഇസ്രായേൽ പ്രതിരോധിക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രസിഡന്റിന് ജനങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, പക്ഷെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഹെർസോഗ് ആവർത്തിക്കുകയാണ്. ഹിസ്ബുള്ള വീടുകളിൽ, സ്വീകരണ മുറികളിൽ, കിടപ്പുമുറികളിൽ, അടുക്കളകളിലൊക്കെ ദീർഘദൂര റോക്കറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്നു. അവ ഞങ്ങളുടെ ആളുകളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ കേന്ദ്രം അന്വേഷിച്ചെത്തുമ്പോൾ സാധാരണക്കാരന്റെ വീടുകളാണ് ഞങ്ങളുടെ റഡാറിൽ തെളിയുന്നത്. അയൽക്കാരിൽ നിന്നും അത്തരം ഒരു ഭീഷണിക്ക് വശംവദരാകാതെ സ്വന്തം പൗരന്മാർ ജീവിക്കുന്നത് ഏത് രാജ്യം അംഗീകരിക്കുമെന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ഞങ്ങളുടെ പൗരന്മാരെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഈ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ സാധാരണക്കാരന്റെ വീടുകളാണെങ്കിൽ പോലും അത് നശിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ വീടുകളിൽ പൊട്ടിത്തെറിക്കുകയാണ് എന്ന് ഇസ്രായേലി റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ആവർത്തിച്ചു പറയുന്നു. ഹിസ്ബുള്ള ഇതുവരെ ഈ അവകാശവാദത്തോട് പ്രതികരിച്ചിട്ടുമില്ല. ഗാസയിലെ യുദ്ധം വലിയ തോതിലുള്ള യുദ്ധമായി പരിണമിക്കും എന്ന ആശങ്കയുണ്ടായിരുന്നു. വിപുലമായ യുദ്ധത്തെക്കുറിച്ച് ഇരുപക്ഷവും ഇതുവരെ സൂചന നൽകിയിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് അതിൽ തന്നെയാണ് കലാശിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇരുപക്ഷവും പരസ്പരം സമ്മർദ്ദം ചെലുത്താൻ ചുരുങ്ങിയ മാർഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും തെക്കൻ ലെബനനിലെ സാഹചര്യം പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് മാറില്ല എന്നുമാണ് പശ്ചിമേഷ്യൻ വിഷയങ്ങളിലെ വിദഗ്ധ ലിന ഖത്തീബ് അഭിപ്രായപ്പെടുന്നത്. ഗാസയിലെ സൈനിക നീക്കം അവസാനിപ്പിച്ച് ഇസ്രായേൽ ഹമാസുമായി ധാരണയിലെത്താനുള്ള സമ്മർദ്ദ തന്ത്രത്തിലാണ് ഹിസ്ബുള്ള പയറ്റുനോക്കുന്നത്. പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ തങ്ങളെക്കാൾ സൈനിക ശേഷിയുള്ള ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഹിസ്ബുള്ളയ്ക്ക് അറിയാമെങ്കിലും എന്തിനായിരിക്കും ഇസ്രായേലിനെ ചൊറിഞ്ഞത് എന്ന ചോദ്യമാണ് ലോകരാജ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഇറാൻ ഉൾപ്പെടെ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തുകൊണ്ടിരിക്കുന്നു. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ കുട്ടികളെയും സ്ത്രീകളെയും മറയാക്കി അവര് മാത്രം സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ ഒളിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇസ്രായേലിന് മാത്രമേ സാധിക്കൂ. ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഗ്രാമങ്ങളിലും അതുപോലെ ഇസ്രായേലിന്റെ വ്യാപകമായ വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരന്റെ വീടുകളിലുമൊക്കെ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 1000-കണക്കിന് ആളുകൾ ആരോഗ്യ മന്ത്രാലയത്തിൽ അഭയം തേടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കുട്ടികളടക്കം ഇസ്രായേലിന്റെ വ്യാപകമായ വ്യോമാക്രമണത്തിൽ 100-ലേറെ ആളുകൾ സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെട്ടു എന്ന് ലെബനൻ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. 400-ലേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 1000-കണക്കിന് ആളുകൾ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ തെക്കൻ ലെബനനിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശത്രുക്കൾ ആക്രമണം നടത്തുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. 300ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തിങ്കളാഴ്ച ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചിരുന്നു. കൂടുതൽ ആക്രമണങ്ങൾക്ക് തലവൻ ഹെർസി ഹെലവി അനുമതി നൽകിയതായും IDF അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. നിരവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലായി ഡസൻ കണക്കിന് ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. അതേസമയം വടക്കൻ ഇസ്രായേലിലെ 3 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയും പ്രത്യാക്രമണം നടത്തി. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഒരു വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് തിങ്കളാഴ്ച നടന്നത്. ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മാരകമായ ആക്രമണം നടന്നത്. ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്, പ്രതിരോധിക്കാൻ അവകാശമുണ്ട്, ഞങ്ങൾ അത് തുടരും. നന്ദി.